അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് DC മോട്ടറാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, പല ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. അതിനകത്ത് സ്വിംബേൺസ് ടെസ്റ്റ് നിങ്ങൾക്ക് ലാബിലും ചെയ്യാനുള്ളതാണ്. സ്വിംബേൺസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്വിംബേൺസ് ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മെഷീൻ്റെ എഫിഷ്യൻസി പ്രീ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എഫിഷ്യൻസി കണ്ടുപിടിക്കും. അതിനെ ലോഡ് ചെയ്യാതെ, അതായത് നോ ലോഡിലുള്ള റീഡിങ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ സെയിം മെഷീൻ തന്നെ നമുക്ക് മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ മോട്ടറായിരിക്കുമ്പോൾ ഉള്ള എഫിഷ്യൻസിയും ജനറേറ്റർ ആയിരിക്കുമ്പോൾ ഉള്ള എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് സ്വിംബേൺസ് ടെസ്റ്റ്. ഓക്കെ, എഫിഷ്യൻസി ക്യാൻ ബി പ്രീ ഡിറ്റർമൈൻ, ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ലോസസ് യൂസിങ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ലോസസ് കണ്ടുപിടിക്കും, എന്നിട്ട് എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യും. എഫിഷ്യൻസി ക്യാൻ ബി ഡിറ്റർമൈൻ വെൻ ദ മെഷീൻ ഈസ് റണ്ണിങ് ആസ് എ മോട്ടർ ആൻഡ് ജനറേറ്റർ. മോട്ടറും ജനറേറ്ററും ആയിരിക്കുന്ന സമയത്തുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് മോട്ടറിനെ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യിക്കും. എന്നിട്ട് അതിൻ്റെ ഇൻപുട്ട് കറണ്ടിനെയും ഫീൽഡ് കറണ്ടിനെയും നമ്മൾ മെഷർ ചെയ്യും. റേറ്റഡ് വോൾട്ടേജിലും റേറ്റഡ് സ്പീഡിലും മെഷീനെ കറക്കും. എന്നിട്ട് ഫീൽഡ് കറണ്ടും അതിൻ്റെ ഇൻപുട്ട് കറണ്ടും നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ഇതാണ് ഫിഗർ. നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നമുക്കറിയാം നമ്മൾ സ്വിംബേൺസ് ടെസ്റ്റ് ചെയ്യുന്നത് ഷണ്ട് മോട്ടറിലാണ് അല്ലേ. ഷണ്ട് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ? ഷണ്ട് പാരലൽ അല്ലേ. ആർമേച്ചറും ഫീൽഡും പാരലായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. മോട്ടറിനകത്തോട്ട് വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ലൈൻ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? ഇതൊരു ജംഗ്ഷനാണല്ലേ, സ്പ്ലിറ്റ് ചെയ്യും. അങ്ങോട്ട് പോകുന്ന കറണ്ടിനെ, ഫീൽഡിലോട്ട് പോകുന്ന കറണ്ടിനെ നമ്മൾ ISH എന്നും പറയും. ആർമേച്ചറിലോട്ട് വരുന്ന കറണ്ടിനെ IA എന്നും പറയും. അപ്പോൾ നമുക്കറിയാം IL = ISH + IA. ഇനി ഇതിന് ഈ പറഞ്ഞ കറണ്ട് രണ്ടും, അതാണ്ട് IL-ഉം ISH-ഉം നമുക്ക് ഈ മീറ്റേഴ്സിൽ നിന്ന് കിട്ടും. IA ആണ് കിട്ടാത്തത്. IA കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? IL ആണ് കൂടുതലല്ലേ. IL-ൽ നിന്ന് ഈ ISH മൈനസ് ചെയ്താൽ മതി. അപ്പോൾ IA കിട്ടും. ഓക്കെ, അപ്പോൾ IA നമ്മൾ കണ്ടുപിടിക്കും. ഇനി എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി = ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് പറയുക. അപ്പം നമ്മൾ മോട്ടറായിട്ട് റൺ ചെയ്യുന്ന സമയത്തുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക അല്ലേ. അപ്പം മോട്ടറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്, നമുക്കറിയാം. അപ്പം വോൾട്ടേജ് നമ്മൾ കൊടുത്തതുകൊണ്ട് ലൈൻ കറണ്ട് നമുക്ക് ആ മീറ്ററിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് പവർ കിട്ടും. ഓക്കെ, ഇനി ആർമേച്ചർ കറണ്ട് ഞാൻ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആർമേച്ചർ കറണ്ട് IA = IL - ISH. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ആർമേച്ചർ കറണ്ട് കിട്ടി. അങ്ങനെ ആർമേച്ചർ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർമേച്ചറിലുള്ള കോപ്പർ ലോസ് കണ്ടുപിടിക്കാം. IA² RA കണ്ടുപിടിക്കാം. ഇനി കോൺസ്റ്റൻറ്റ് ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 2 ലോസേ ഉള്ളൂ ഈ മെഷീനകത്ത്. ഒന്ന് കോൺസ്റ്റൻറ്റ് ലോസും കോപ്പർ ലോസും. അപ്പം ഇത് രണ്ടും കൂടി ഇതാണ് ടോട്ടൽ ലോസ്. WC + IA² RA ആണ് ടോട്ടൽ ലോസ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് ഈ ലോസാണ് നഷ്ടപ്പെട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻപുട്ടിൽ നിന്ന് ഈ IA² RA മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റൻറ്റ് ലോസ് കിട്ടും. ഓക്കെ, WC = ഇൻപുട്ടിൽ നിന്ന് കോപ്പർ ലോസ് മൈനസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? WC + കോപ്പർ ലോസ്, WC + IA² RA. കോപ്പർ ലോസിൻ്റെ ഇക്വേഷനാണ് IA² RA എന്ന് പറയുന്നത്. അപ്പം WC + IA² RA. ഇനി നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എഴുതാം. ഔട്ട്പുട്ട് നമുക്കറിയില്ല എന്താണ്, മെക്കാനിക്കൽ എനർജിയാണ് ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. അത് നമ്മൾ എങ്ങനെ എഴുതും? അപ്പം ഇൻപുട്ടിൽ നിന്ന് ലോസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ലേ. അപ്പോൾ ഔട്ട്പുട്ടിന് പകരം ഇൻപുട്ട് മൈനസ് ലോസസ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, V × IL. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് മോട്ടറിൻ്റെ എഫിഷ്യൻസി കാണുന്നത്. V × IL - WC + IA² RA / V × IL. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് എഴുതാം. ഇനി ഈ മെഷീൻ തന്നെ നമ്മൾ ജനറേറ്ററായിട്ടും റൺ ചെയ്യിക്കാം. ജനറേറ്റർ ആകുമ്പോൾ എന്താ പ്രത്യേകത? ജനറേറ്റർ ആകുമ്പം സപ്ലൈ അങ്ങോട്ട് കൊടുക്കുകയാണ്, വോൾട്ടേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടെ കോൺസ്റ്റൻറ്റ് ലോസ് എന്ന് പറയുന്നത് WC എന്ന് പറയുന്നത് ജനറേറ്ററിലും മോട്ടറിലും സെയിം തന്നെയായിരിക്കും. ഒരേ മെഷീൻ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ലോസിന് മാറ്റമൊന്നും വരില്ല. പിന്നെ നമ്മളുടെ കോപ്പർ ലോസ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ജനറേറ്റർ ആകുമ്പം ഈ മെഷീൻ ജനറേറ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ജനറേറ്റർ ആകുമ്പം ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ആയിരിക്കും, അമ്മീറ്റർ അതുപോലെ ഇരിക്കും. പക്ഷേ ഇവിടുന്ന് വോൾട്ടേജ് ഇങ്ങോട്ട് വരുന്ന ആ കറണ്ട് തിരിച്ച് വെളിയിലോട്ടായിരിക്കും കൊടുക്കുക. ആർമേച്ചറിൽ നിന്ന്
കറണ്ട് ഉണ്ടായിട്ട് അത് മുകളിലോട്ട് പോകും. ആർമേച്ചറിലായിരിക്കും കറണ്ട് കൂടുതലുണ്ടാവുക. ഓക്കെ, ആ കറണ്ടിനെ നമ്മൾ വെളിയിലോട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ IA = ISH + IL എന്നാണ് നമ്മൾ എഴുതുക. IA = IL + ISH, അതാണ് വ്യത്യാസം കേട്ടോ. അപ്പം ആർമേച്ചർ കോപ്പർ ലോസ് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. IA കിട്ടിക്കഴിഞ്ഞാൽ IA² വെച്ചിട്ട് ആർമേച്ചർ കോപ്പർ ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാം. WC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. WC + IA²RA. അങ്ങനെയാണ് എഫിഷ്യൻസി = ഔട്ട്പുട്ട് A/, ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ടേംസിലാണ് എഴുതുന്നത്. മറ്റടുത്ത് ഇൻപുട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൻ്റെ ടേംസിലാണ് എഴുതുന്നത്. കാരണം ഇൻപുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ഇല്ലയോ, അതുകൊണ്ടാണ് കേട്ടോ. ഔട്ട്പുട്ട് / ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V × IL ആണ്, / V × IL + WC + IA²RA. അപ്പം ഇത്രയേ ഉള്ളൂ സ്വിംബേൺസ് ടെസ്റ്റ്. ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതിയിരുന്നാൽ മതി.